ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാകുറ ബച്ചിയുടെ ചാപ്റ്റർ 15 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും മറക്കാതെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അനിമെ മാങ്ക കോണ്ടന്റ്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ്സ് വീഡിയോയുടെ റീച്ച് കൂട്ടാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. സോ അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കഴിക്കാനായിട്ട് ഫുഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഷാറിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. നമുക്ക് കഴിക്കാമെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, ഷാർ കഴിക്കുന്നതിന് മുമ്പ് നിന്റെ കാലിലെ ആ മുറിവ് ഒന്ന് നോക്കട്ടെ എന്ന്. ആ മുറിവെല്ലാം ഉണങ്ങിയല്ലോ, ദേ നോക്കിക്കേന്ന് ഇപ്പൊ ഷാർ പറയുന്നു. ഇപ്പൊ ആ കാല് നോക്കിയിട്ട് അവളുടെ അമ്മ പറയുന്നുണ്ട്, ഒരു പോറല് പോലും ഇല്ല, ഇത് ഇത്ര പെട്ടെന്ന് ഹീലായത് ആരും കണ്ടൊന്നുമില്ലല്ലോ. ആരും കണ്ടില്ല എന്ന് ഷാർ പറയുന്നു. നിന്റെ സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കെയർഫുൾ ആയിരിക്കണമെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്. ഇതാരെങ്കിലും കണ്ടാ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് ഷാർ ചോദിക്കുന്നു. അതോ ദുഷ്ടരായിട്ടുള്ള ആൾക്കാർ നിന്റെ ഈ സ്പെഷ്യൽ പവറിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും, മനസ്സിലായോ? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിനക്ക് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ആരോടെങ്കിലും അല്ലാതെ മറ്റാരോടും പറയരുത്. അമ്മ ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഷാർ ചോദിക്കുന്നു. ഞാനിത് ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളോട്, അതായത് നിന്റെ അച്ഛനോട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് ഫുള്ളാക്കാതെ അവളുടെ അമ്മ പാതിക്ക് വെച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവളുടെ അമ്മ പറയുന്നുണ്ട്, അയാൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേക്ക് എന്നെ വിട്ടിട്ട് പേടിച്ചോടിപ്പോയിന്ന്. അതുകൊണ്ടാ അമ്മ നിന്നോട് പറഞ്ഞത് ഇതൊക്കെ ആരോട് പറയണമെന്നുള്ളത് വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ, ഇല്ലെങ്കിൽ മോളുടെ അവസ്ഥയും ഈ അമ്മയുടേതുപോലെ ആയി പോകും. അമ്മയുടേതുപോലെ ആയി പോകുമെന്നോ? അതെന്താ, അമ്മയ്ക്കിപ്പോ തീരെ സന്തോഷമില്ലേ എന്ന് ഷാർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് പെട്ടെന്ന് അവളുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമില്ലേ എന്നൊക്കെ ചോദിച്ചാ ഇപ്പോ നീ എന്റെ കൂടെ ഉണ്ടല്ലോ ഷാർ, അതുകൊണ്ട് ഈ ലോകത്തിലേക്കും വെച്ച് തന്നെ ഏറ്റവും സന്തോഷവതിയായിട്ടുള്ള വ്യക്തി ഞാനാ. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ഷാറിന്റെ മുഖം തെളിഞ്ഞു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പൊ ഇവരെ അമ്മയും മോളും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ പുറത്ത് ആരോ ബെല്ലടിക്കുന്നു. ആ കൈ കാണുമ്പോൾ നമുക്കറിയാം അത് സോജോയാണ്. ഇപ്പൊ അവിടുന്ന് കട്ടായി നേരെ പ്രസന്റിലേക്ക് വരികയാണ്. ചിഹിരോ എൻഡനും പിടിച്ചോണ്ട് അവന്മാരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ മുറിയിൽ ഫുള്ള് കുറെ ബ്ലാക്ക് ഗോൾഡ് ഫിഷ്. അവനിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, വൈകിയതിന് സോറി ഷാർ, ഞാനിതെല്ലാം ഇപ്പൊ അവസാനിപ്പിച്ചു തരാം. കുറോ ഷ്രെഡ്. ഇപ്പൊ ആ കണ്ണ് മൂടി കെട്ടിയവനാണെങ്കിൽ ചിഹിരോയ്ക്ക് നേരെ ചാടി വരുന്നുണ്ട്. അവൻ പറയാണ്, നിന്റെ ഷോ ഒക്കെ കൊള്ളാവടാ, എന്താ ഇത് കണ്ടാ ഞാനങ്ങ് പേടിച്ചു പോകുന്ന? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്കൊരു ഈച്ചയെ പോലും വെട്ടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ അതും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നവനെ 2 തുണ്ടാക്കിയിട്ടുണ്ട് ചിഹിരോ. ഇപ്പൊ ആ വെട്ടുകൊണ്ടവൻ ഇതൊന്ന് പ്രോസസ് ചെയ്യാൻ പോലും പറ്റിയില്ല, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവനാണെങ്കിൽ ധരിച്ചിരുന്നത് നല്ല ഇരുമ്പിന്റെ ആർമറൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരൊറ്റ സ്ലാഷിൽ ചിഹിരോ അങ്ങനെ ഒരാളെ തീർത്തു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഇപ്പൊ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവന്മാരൊക്കെ അമ്പരക്കുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി നറേറ്ററുടെ ഒരു വലിയ ഡീറ്റെയിലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരൊറ്റ വെട്ടിയല്ല ചിഹിരോ അയാളെ 2 ആക്കിയത്. ഇപ്പൊ ഇവൻ ചെയ്തത് മിനി കുറോ അറ്റാക്സ് ആണ്. അതായത് ഒരുപാട് ചെറിയ കറുത്ത ഗോൾഡ് ഫിഷുകൾ ഉണ്ടായിരുന്നല്ലോ, ചീസിന്റെ മുകളിൽ കൂടെ നല്ല ചൂടാക്കിയ കത്തി പായുന്നത് പോലെയാണ് ഈ അറ്റാക്സ്. ഇപ്പോ സാധാ ഒരു കുറോ അറ്റാക്കിന് യൂസ് ചെയ്യുന്ന അതേ എമൗണ്ടിലുള്ള സ്പിരിറ്റ് എനർജി തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ കുറോ എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ഒരൊറ്റ സ്ലാഷ് ആണല്ലോ. പക്ഷെ ഈ മിനി കുറോ അറ്റാക്സ് വരുമ്പോൾ അത് അതിന്റെ അത്ര സ്ട്രോങ് അല്ല. പക്ഷെ അത്രയും സ്ട്രെങ്ത് ഇല്ലെങ്കിൽ കൂടി ഇത് വെച്ചിട്ട് നല്ല ഉറപ്പുള്ള റാപ്പിഡ് ആയിട്ടുള്ള സ്ലാഷസ് ചെയ്യാം. അതായത് ഒറ്റ സ്ലാഷ് അല്ല. കുറോ ഷ്രെഡ് എന്ന് പറയുന്നത് ഇത്തരം ടൈനി കുറോസിന്റെ ഒരു കൂട്ടമാണ്. സോ ചിഹിരോ അവനെ ഒരു ഒറ്റ വെട്ടല്ല വെട്ടിയത്, 20 മിനി അറ്റാക്സിന്റെ കോമ്പിനേഷൻ. ഈ അറ്റാക്സിനായിട്ട് ഒരു ഹൈ വോളിയം സ്പിരിറ്റ് എനർജി കൺസ്യൂം ചെയ്യും. പക്ഷെ അതിന് പകരമായിട്ട് നല്ല ഹൈ പവറിൽ റാപ്പിഡ് ആയിട്ടുള്ള സ്ലാഷസ് ചെയ്യാം. യൂസറിന്റെ ബോഡി ആണെങ്കിൽ അധികം എക്സോസ്റ്റഡ് ആവുകയില്ല. ഇപ്പോൾ ഈ ടെക്നിക്ക് തിയറിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ലോജിക്കലായിട്ടുള്ള ഒരു സംഭവമേ അല്ല. ഈ ഡാമേജ്ഡ് ആയി കിടക്കുന്ന ബോഡി വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചിഹിരോ ഉണ്ടാക്കിയെടുത്ത ഒരു മെത്തേഡാണിത്. സോ ഇതിപ്പോ ചിഹിരോയുടെ കൈൻഡ് ഓഫ് ഡൊമൈൻ എക്സ്പാൻഷൻ ആണ് ഗൈസ്. യൂസറിന്റെ ആ ഒരു കഴിവ് വെച്ചിട്ട് എൻചാന്റഡ് ബ്ലേഡ്സിന്റെ പൊട്ടൻഷ്യൽ ഉയർത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടിരുന്നല്ലോ. ചിഹിരോയും ഇവിടെ അത് തന്നെയാണ് ചെയ്തത്. അവനിപ്പോ നല്ല കട്ട കോൺസെൻട്രേഷനിലാണ് നിൽക്കുന്നത്. അവന്റെ ബോധം ഇപ്പോൾ ആക്സിലറേറ്റഡ് ആയിട്ടുണ്ട്. ഉടൻ തന്നെ ചിഹിരോ നിഷിക്കിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ നിന്നിടത്തുനിന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. ഇവൻ പോയോ? ഇവനെ കാണാനില്ലല്ലോ എന്ന് ഇപ്പോൾ ഒരു ഗാർഡ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അവന്റെ ബാക്കിൽ നിൽക്കുന്നവരുടെ എല്ലാം തല അരിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചിഹിരോ ഇതിനകം. നേരെ അവനെ വെട്ടിയിട്ടിട്ട് പോകുന്നുണ്ട്. എല്ലാ സെക്കൻഡുകളും കൊണ്ടാണ്. വീണ്ടും ഇവിടുന്ന് കട്ടായി ഷാറിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അവരാ കഴിക്കാൻ വെച്ചിരുന്ന സാൻഡ്വിച്ച് ഒക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. അവിടെയൊക്കെ ബ്ലഡ് കാണാം. സോജോ മൊത്തം വിഷയമാക്കി അവിടെ. ആ റൂം ഫുൾ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. ഇപ്പൊ സോജോയുടെ ഡയലോഗ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ക്യോനാഗി ക്ലാനിൽപ്പെട്ടവരുടെ മാംസം ഭക്ഷിച്ചാൽ നമുക്ക് ഇമ്മോർട്ടൽ ആകാൻ കഴിയും. സെയ്റ്റൈ യുദ്ധം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായപ്പോൾ
അത് ക്യോനാഗി ക്ലാനിന്റെ അവസാനത്തിന് കാരണമായി. അവർക്ക് വംശനാശം സംഭവിച്ച ആ കഥ അത് വല്ലാത്തൊരു കഥയാണ്. ഇപ്പോൾ അങ്ങനെ സോജോ ഈ ഷാറിനെ ഇവളുടെ അമ്മയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ആ സെല്ലിൽ ഇട്ടിട്ട് ഈ എക്സ്പെരിമെന്റ്സ് തുടങ്ങിയതാണ്. ഇപ്പൊ ഈ സെല്ലിൽ കിടക്കുന്ന ഇവരോട് സോജോ വന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരുത്തൻ എനിക്കൊരു ഇൻഫർമേഷൻ വിറ്റിരുന്നു. അതായത് ആ ക്യോനാഗി ക്ലാനിന്റെ കൂട്ടക്കൊല നടന്ന ദിവസം ഒരൊറ്റ പെൺകുട്ടി രക്ഷപ്പെട്ടിരുന്നുവെന്ന്. അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അവൾക്ക് 13 വയസ്സ്. ഇപ്പോൾ അവൾ അവളുടെ സ്വന്തം മകളുമായിട്ട് രഹസ്യമായി ജീവിക്കുന്നു. സോ ഗൈസ്, അപ്പൊ ഈ രഹസ്യങ്ങൾ സോജോയ്ക്ക് വിറ്റത് ഷാറിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ആരോടും ഇത് പറഞ്ഞിട്ടില്ലെന്നാണല്ലോ അവളുടെ അമ്മ പറഞ്ഞത്. സോജോ ആണെങ്കിൽ ഇപ്പൊ ഷാറിന്റെ അമ്മയോട് പറയുന്നുണ്ട്, ക്യോനാഗി ക്ലാനിന്റെ രക്തം എന്തുമാത്രം അപകടം പിടിച്ചതാണെന്ന് അറിഞ്ഞു വെച്ചിട്ടും വെറും കുറച്ചു നേരത്തെ സുഖത്തിന് പകരമായിട്ട് ഈ നശിച്ച ലോകത്തിലേക്ക് നീ നിന്റെ രക്തത്തിലുള്ള ഒരു കുഞ്ഞിനെയും ജനിപ്പിച്ചു വിട്ടു. അല്ല, അതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല കേട്ടോ. ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു സാമ്പിളിനെ കൂടെ തന്നതിന് ഞാൻ നിന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഷാറിൽ നിന്നും അവളുടെ അമ്മയിൽ നിന്നും സാമ്പിൾസ് മാറി മാറി എടുത്ത് ഈ നാറി പരീക്ഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഇങ്ങനെ കരഞ്ഞു കലങ്ങിയിരിക്കുന്ന ഷാറിന്റെ അടുത്ത് അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ എന്നോട് ക്ഷമിക്കുകയെന്ന്. ഇതെല്ലാം എന്റെ രക്തം കാരണമാ, ഇതെല്ലാം എന്റെ തെറ്റാ, എന്നോട് നീ ക്ഷമിക്ക് എന്ന് പറഞ്ഞ് അവരിപ്പോ ഷാറിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. നിന്റെ അമ്മ ഞാനല്ലായിരുന്നെങ്കിൽ നിനക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടായിരുന്നേനെന്ന് അവര് പറയുന്നു. ഇപ്പോൾ ഷാറാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണമ്മേ, ഞാൻ ഓക്കെ ആണെന്ന്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെയാണെങ്കിലും ഞാൻ അമ്മയോടൊപ്പം അല്ലേ ഉള്ളത്. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് അവളുടെ അമ്മയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. വീണ്ടും പ്രസന്റിലേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഷാറിനെ അവർ ലാബിൽ വെച്ചിട്ട് എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ ലാബിന് മുന്നിൽ കാവൽ നിന്നിരുന്ന 2 മന്ത്രവാദികളും ഇപ്പൊ എക്സ്പെരിമെന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിപ്പുണ്ട്. അപ്പൊ അതിലൊരുത്തം പറയുന്നുണ്ട്, ഇവളുടെ അമ്മ ചെയ്ത കാര്യം ആലോചിക്കുമ്പോഴാണ് എന്തൊരു എടുത്തുചാട്ടോ അവര് കാണിച്ചത്. അതെ അതെ, വളരെ ശരിയാന്ന് മറ്റവനും പറയുന്നു. അവള് ഭയങ്കര കിടിലമായിട്ടല്ലേ അന്ന് ആ സെല്ലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഗാർഡിന്റെ കയ്യിൽ നിന്ന് താക്കോല് മോഷ്ടിക്കുകയായിരുന്നല്ലേ, എന്നിട്ട് അവളന്ന് കുറെ പേരെ കൊന്നും കളഞ്ഞു. ഇപ്പോ ഷാറാണെങ്കിൽ ഇവരെ എസ്കേപ്പ് ആയ ദിവസത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. അമ്മേ, ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു ജനലിന്റെ അഴിയിൽ പിടിച്ചോണ്ട് ഷാർ പറയുന്നുണ്ട്. ഇപ്പൊ അവിടെ ഉള്ളവന്മാരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ലാബിൽ പരീക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ആ 2 എലികൾ രക്ഷപ്പെട്ടു, എത്രയും വേഗം അവരെ പിടിക്കണം. നമ്മുടെ കയ്യിൽ ഇനി സാമ്പിളായിട്ട് അവരുടെ ഒരു കൈ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോ ഷാറിനെ ആ ജനലിന്റെ പുറത്താക്കി വിട്ടിട്ട് അവളുടെ അമ്മ ഇവിടെ അകത്ത് തന്നെ നിൽക്കുകയാണ്. അമ്മ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഷാർ കരയുന്നുണ്ട്. ഇപ്പൊ അവളുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, സെക്യൂരിറ്റി ഏറ്റവും കുറവുള്ളത് ഈ ഒരു സൈഡേ ഉള്ളൂ, സോ ഇതുവഴിയെ എസ്കേപ്പ് ചെയ്യാൻ പറ്റൂ. സോ അതുവഴി ഇറങ്ങാനായിട്ട് ഷാറിന്റെ അമ്മയ്ക്ക് പറ്റില്ല. അതുമല്ല, ഷാർ സേഫ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് എത്തുന്നവരെ ഇവിടെയുള്ള ഗാർഡ്സിനെയൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പൊ അതിന് അമ്മ ഇവിടെ നിന്നാലേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഷാറിനോട് അവളുടെ അമ്മ സോറി പറയുന്നുണ്ട്. എന്നാ ഞാനും ഇവിടെ അമ്മയുടെ കൂടെ നിൽക്കുകയെന്ന് ഷാർ പറയുന്നു. ഇല്ല, അത് പറ്റില്ല ഷാർ, നീ ഒരു ഹാപ്പി ലൈഫ് ജീവിക്കണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ഷാർ ആണെങ്കിൽ ഇപ്പൊ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എനിക്കിവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് അമ്മയോടൊപ്പം ഉണ്ടായാൽ മതി എന്ന്. ഇപ്പൊ അവളുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, നീ ഇവിടെ നിൽക്കാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഗാർഡ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അവര് പറയുന്നുണ്ട്, ദേ അവൾ അകത്തുണ്ട് എന്നൊക്കെ. ഷാർ പ്ലീസ്, നീ ഇവിടുന്ന് ഓടിപ്പോന്ന് ഇപ്പൊ അവളുടെ അമ്മ വീണ്ടും പറയുന്നു. കഴിഞ്ഞ ചാപ്റ്ററിൽ ചിഹിരോയെ ആ ഭിത്തിയിൽ ചേർത്ത് സ്മാഷ് ചെയ്ത ആ മന്ത്രവാദി ഉണ്ടല്ലോ, അവനിപ്പോ പറയുന്നുണ്ട്, നിങ്ങൾ മുന്നിൽ നിന്ന് മാറും, വാതിലിപ്പ ഞാൻ പൊളിച്ചു തരാമെന്ന്. ഷാറിന്റെ അമ്മ അവിടെ എന്തൊക്കെയോ മേശയൊക്കെ നീക്കി വെച്ചിട്ടുണ്ട്. ഷാറിനോട് ഇപ്പൊ പോകാൻ പറഞ്ഞിട്ടും അവളാണെങ്കിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്ന് പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ വേണമെന്ന്. അവളുടെ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, സോറി മോളെ, പക്ഷെ അത് നടക്കില്ല, എല്ലാം നല്ലതിന് വേണ്ടിയാ, നീ ഇവിടുന്ന് രക്ഷപ്പെട്, എല്ലാം ശരിയാവുമെന്ന്. ഇപ്പോ ഷാറാണെങ്കിൽ ലാസ്റ്റിൽ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഓടി പോവാണ്. അങ്ങനെയാണ് അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത് പണ്ട്. ഇപ്പോ പ്രസന്റില് ഈ ലാബിൽ നിൽക്കുന്ന 2 മന്ത്രവാദികൾ പറയുന്നുണ്ട്, അന്ന് ഇവളുടെ അമ്മ ഈ ലാബിൽ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന എക്യുപ്മെന്റ് കത്തിച്ചു എന്ന്. അതിനായിട്ടുള്ള തീപ്പെട്ടി അവൾ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത്. അതേപോലെ തന്നെ ഇവിടെ റിസർച്ച് ചെയ്യുന്ന കുറെ പേരെ അവൾ കത്തിച്ചു കൊന്നു എന്ന്. പക്ഷേ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന മെഷീൻ റീബിൽഡ് ചെയ്യാൻ അങ്ങനെ അധിക സമയമൊന്നും എടുത്തില്ല. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ കൊച്ചിനെയും കിട്ടിയെന്ന് അവന്മാര് പറയുന്നു. ചിഹിരോയെ ഇപ്പം മുമ്പ് ആ ഭിത്തിയിൽ വെച്ച് സ്മാഷ് ചെയ്ത മന്ത്രവാദി പുറത്തിരിപ്പുണ്ട്. അവനവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്, മറ്റവനെ കിട്ടിയാ പറ, ഞാൻ അവനെ ഹാൻഡിൽ ചെയ്തോളാം എന്നൊക്കെ. ഇപ്പൊ ചിഹിരോ ഇവന്റെ ബാക്കിൽ നിൽക്കുന്ന ഗാർഡ്സിന്റെ ഒക്കെ തല വെട്ടി 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 അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ ആ സീഡിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വന്ന മന്ത്രവാദി ഉണ്ടല്ലോ, അവനിപ്പോ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ചിഹിരോയ്ക്കായിട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോ ആ സ്മാഷ് ചെയ്യുന്ന മന്ത്രവാദിയും ബാക്കി ഗാർഡ്സും ഒക്കെ തലയില്ലാതെ ഗാർഡനിൽ കിടക്കുന്നു. അവൻ ദേ പുറത്തുണ്ട്, അവനിവിടെ ഗാർഡനിലുണ്ട് എന്ന് ഇവൻ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഇവന്റെ ബാക്കിലേക്ക് ചിഹിരോ സ്പീഡിൽ വരുന്നുണ്ട്. ഇപ്പൊ അകത്ത് നിൽക്കുന്നവന്മാരാണെങ്കിൽ ദേ അത് കേട്ടോ, അവൻ പുറത്തുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മറ്റേ മന്ത്രവാദി റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് വീഴുകയാണ് വെട്ടുകൊണ്ട്. ആ ലാബിൽ നിൽക്കുന്ന 2 മന്ത്രവാദികൾ ഇപ്പൊ ഷാറിനോട് പറയുന്നുണ്ട്, എല്ലാം വേസ്റ്റ് ആയിപ്പോയി, നിന്റെ അമ്മയുടെ മരണം, നിന്റെ എസ്കേപ്പ് എല്ലാം വേസ്റ്റ് ആയിപ്പോയി. ആ റൂഫ് ടോപ്പിൽ
നിന്ന മന്ത്രവാദി ഇപ്പം മരിച്ച് താഴെ വീണത് കണ്ടിട്ട് ഈ അകത്ത് നിന്ന 2 ഗാർഡ്സ് പറയുന്നുണ്ട് എല്ലാവരും മരിച്ചു, അവൻ എല്ലാവരെയും കൊന്നു എന്ന്. ഉടനെ ഇപ്പൊ അവന്മാരുടെ ബാക്കിലും ചിഹിരോ ജെറ്റ് പോലെ വന്ന് നിൽക്കുന്നത് കാണാം. ഇവ ഇത് കേട്ടിട്ട് ആ ലാബിൽ നിന്ന 2 മന്ത്രവാദികളിൽ ഒരുത്തൻ പറയുന്നുണ്ട്, അവൻ വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വന്നോ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. മറ്റവനാണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട്, വരുന്നെങ്കിൽ വരട്ടടാ, നമ്മളൊന്ന് വയലന്റ് ആയിട്ട് ഇറങ്ങി ഫൈറ്റ് ചെയ്ത് ദേഹം അനക്കിയിട്ട് കാലം എത്രയായി. യുവമാർ രണ്ടും ഇപ്പൊ ഡീമൻ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡീമൻസിനെ പോലെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. എന്നിട്ട് ചിഹിരോയ്ക്ക് നേരെ ചെല്ലുകയാണ്. ദേഹം അനങ്ങുന്നത് പോയിട്ടൊന്ന് കണ്ണ് ചിമ്മാൻ പോലും ചിഹിരോ സമയം കൊടുത്തില്ല. 2ന്റെയും തല വെട്ടി അരിഞ്ഞു. ഷാറാണെങ്കിൽ ഇപ്പൊ ചിഹിരോയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഷാർ ഇപ്പൊ അവളുടെ അടുത്തു നിന്ന് പിരിയുന്നതിന് മുമ്പേ അവളുടെ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എത്ര വലിയ വിഷമഘട്ടങ്ങൾ വന്നാലും അവിടെ നിന്നും പതറാതെ മുന്നോട്ട് പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഈ ലോകത്തിലെ തന്നെ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ആയിട്ട് നിനക്ക് ജീവിക്കാൻ കഴിയും. എനിക്കിത് പഠിപ്പിച്ചു തന്നത് നീയാണ് ഷാർ എന്നാണ് അവളുടെ അമ്മ പറഞ്ഞത്. ചിഹിരോ ആണെങ്കിൽ ഇപ്പൊ ഷാറിന് നേരെ ഒരു സാൻഡ്വിച്ച് നീട്ടുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദേ ഇത് കഴിച്ചോ, കഴിഞ്ഞ തവണത്തെ പോലെ ചതഞ്ഞ സാൻഡ്വിച്ച് ഒന്നും അല്ല. ഇപ്പൊ ആ സാൻഡ്വിച്ച് മേടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ട് ഷാർ ചോദിക്കുന്നുണ്ട്, ചിഹിരോ നീ എന്താ ഇത്രയും താമസിച്ചെന്ന്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു പാനലാണ് ഗൈസ്, അതുപോലൊരു നല്ല എൻഡിങ്ങും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഉടനെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.